ധാത്രി മാമ്പഴത്തിന്റെ ഈ എപ്പിസോഡിലെ അടുത്ത മത്സരാർത്ഥി സംഗീത. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിത. ശോഭയാലോളം വെട്ടും ആ മണിഹർമ്മ്യത്തിന്റെ മുറ്റത്തു നിന്നു വൃദ്ധൻ. മാന്യമായുടുപ്പിട്ട രണ്ടുപേർ സുഹൃത്തുക്കളായിടാം ജാമാതാവുണ്ടവരുത്തിരിക്കുന്നു. അദ്ദേഹം കണ്ടു തന്നെ കണ്ടവാറാ കൺകളിൽ പ്രദ്യോതിച്ചതു ഹാർദ സ്വാഗത തെളിവല്ല, നീരസക്കറയുമല്ല, ഒട്ടു സംഭ്രമം മാത്രം നേരിടുമെമ്മട്ടെന്നാം ഇത്തരം ബന്ധുത്വത്തെ. മകളും മറത്തെത്തി അച്ഛനെ കണ്ടു, ഭർതൃമുഖമണ്ഡലം നോക്കി നിസ്സഹായയായി നിന്നു. കാർനിഴൽ നീന്തിടുന്ന കൺകളാൽ അവൾ പിന്നെ കാൽ നടക്കാരൻ നിൽക്കും പൂഴിയിൽ പൂത്തൂകിനാൾ. പന്തികേടെന്തോ തോന്നി മിത്രങ്ങൾ അന്വേഷിച്ചാരെന്തുള്ളു വിശേഷം ഇക്കിഴവനാരാണെന്നായി. വിളിച്ചു പൂജിക്കാഞ്ഞിട്ട് ആട്ടിയോടിക്കാഞ്ഞിട്ടും വിചിത്രമൊരേ കാലം ജാമാതാവിനു ദണ്ഡം. എങ്ങനെ പോകും നിൽക്കും കുഴങ്ങി കുഴയുന്ന തന്നുടെ കാലിൻ ദണ്ഡം വിസ്മരിച്ചൊരു വൃദ്ധൻ. പന്തികേടുകൾ കണ്ടു മിത്രങ്ങൾ വീണ്ടും ചോദ്യം, എന്തുള്ളു വിശേഷം ഇക്കിഴവൻ നിങ്ങൾക്കാരോ? ഭർത്താവുത്തരവായി ഭാര്യയോട്, ഇയാളെ നീ അപ്പുറത്തെങ്ങാൻ കൂട്ടി വല്ലതും കൊടുത്തേക്കൂ. പാടുപെട്ടുണ്ടാക്കിയ പുഞ്ചിരിയോടാ വൃദ്ധൻ ചോടുമാറ്റിക്കൊണ്ടേറെ ഭംഗിയിൽ ഏവം ചൊല്ലി, വഴിതെറ്റുന്നു വയസ്സാവുമ്പോൾ അങ്ങേ വീട്ടിൽ കയറേണ്ടതാണ്. വഴിതെറ്റുന്നു വയസ്സാവുമ്പോൾ അങ്ങേ വീട്ടിൽ കയറേണ്ടതാണ്. അയാളിറങ്ങി കൂനി കൂനി. സംഗീത, ധാത്രി മാമ്പഴത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് സ്വാഗതം. എന്തു തോന്നുന്നു? ടീച്ചർക്ക് പരിഭ്രമമൊക്കെ ഉണ്ടോ? കുറച്ച്. ഏത് സ്കൂളിലാ? ഞാൻ പുനലൂർ സെന്റ് തോമസ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. മലയാളം അധ്യാപികയാണോ? ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ്. TTC കഴിഞ്ഞിട്ടാണല്ലേ. എന്തായാലും ഈ കവിത എങ്ങനെ ആലപിച്ചു ഈ ടീച്ചർ എന്ന് നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം. ധാത്രി മാമ്പഴത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. പുതിയ തലമുറയ്ക്ക് നഷ്ടമാകുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് തന്റെ കവിത കൊണ്ട് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന സാന്നിധ്യമായിരുന്നു ഇടശ്ശേരിയുടേത്. വാർദ്ധക്യത്തെക്കുറിച്ചൊരു കവിത ആലപിക്കേണ്ടി വന്നപ്പോൾ ഇടശ്ശേരിയുടെ കവിത തിരഞ്ഞെടുക്കാൻ കാണിച്ച ഔചിത്യത്തിന് ഞാൻ സംഗീതയെ ഉക്തകണ്ഠം അഭിനന്ദിക്കുന്നു.